സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണ്. നന്മ നിറഞ്ഞവരെ സ്വസ്തികർത്താവ് എങ്കിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഞങ്ങളുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണ്. നന്മ നിറഞ്ഞവരെ സ്വസ്തികർത്താവ് എങ്കിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഞങ്ങളുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്നേഹകർത്താവ്, ഞങ്ങൾ മൂന്നാവശ്യങ്ങൾ മൂന്നാം പറഞ്ഞു മൂന്നിത്രത്യസ്തിയെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആഞ്ചലോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അവൻ്റെ ജന്മദിനം, നാളെ അവൻ്റെ ജന്മദിനമാണല്ലോ കർത്താവെ. ഇന്ന് ഞങ്ങളതിന് നിൻ്റെ സന്നിധിയിൽ ഇന്നേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനോടനുബന്ധിച്ചില്ല കേക്ക് കട്ട് ചെയ്യുക എല്ലാമാണല്ലോ. അങ്ങ് കൂടെയുണ്ടല്ലോ. പുണ്യവന്മാരെ പുണ്യവതികളെ ആഞ്ചലോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഇന്നും നാളെയും അവൻ്റെ ജന്മദിനമായിട്ട് ഞങ്ങൾ കൊണ്ടാടുമ്പോൾ പൊന്നുതമ്പുരാനെ അവന് ദീർഘായുസ് കൊടുക്കണം. ഈ 9 വർഷക്കാലം പൊന്നുതമ്പുരാനെ അവനെ കാത്തുപരിപാലിച്ച് ഒത്തിരി അസുഖങ്ങൾ, അതായത് ചുമയും പനി അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഇന്നലെ വരെ. പൊന്നുതമ്പുരാനെങ്കിലും നീ എല്ലാം കാത്തുപരിപാലിക്കുക, അതെല്ലാം മാറ്റിക്കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവ് അവന് ദൈവോടി ഉണ്ടാകണേ. അവൻ പിറന്നു വീഴുന്നതിന് മുമ്പ് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, നിനക്ക് വേണ്ടി വേല ചെയ്യാനുള്ള ഒരു മകനെ തരണേ എന്ന്. പ്രത്യേകിച്ച് എളിയവനായി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. ഞാൻ തലതൊട്ട മക്കൾ വരണമെന്ന് ആഗ്രഹിച്ചത് നടന്നില്ല. പലരെയും ആഗ്രഹത്തോടെ കാത്തിരുന്ന അവസാനം എൻ്റെ മകനെ തന്നെ ആഗ്രഹിച്ചു. എനിക്കറിയാമല്ലോ ഇവർക്കൊക്കെ വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിച്ചു. കോഴ്സിന് വേണ്ടിയും എൻ്റെ സന്നിധി 6 വർഷം പ്രാർത്ഥിച്ചു. പിന്നീടാണല്ലോ മനസ്സ് മാറിപ്പോയത്. അതോടെയാണല്ലോ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തിവെച്ചത്. അതുകൊണ്ട് ഈ മകനെയെങ്കിലും അനുഗ്രഹിക്കുന്നു കർത്താവെ. മോളുടെയും സുഭാഷിൻ്റെ ഏനോളുടെയും മകനാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി അവന് വേണ്ടി നിൻ്റെ സന്നിധിയിൽ ജാമ്യം നിൽക്കാൻ എനിക്കും മേരിക്കും സാധിച്ചു. ആ മകന് വേണ്ടി ജാമ്യം നീക്കി അവൻ്റെ തലയിൽ കൈവയ്ക്കാനും ഉള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ തന്നു. അതുകൊണ്ട് ഈ സ്വപ്നമെങ്കിലും സാക്ഷാത്കരിച്ചു തരണം. അവന് ദൈവവിളി ഉണ്ടാകണേ. അവൻ നല്ലൊരു വചനപ്രഘോഷകനും നല്ലൊരു വൈദികനായി മാറുകയും നിനക്ക് വേണ്ടി വേല ചെയ്യുന്നത് കാണാനുള്ള ആ വലിയ ഭാഗ്യം എനിക്കും മേരിമിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം. പ്രത്യേകിച്ച് എനിക്കും മേരിമിക്കും തരണം. കാരണം ഞങ്ങൾ വാർദ്ധക്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതെല്ലാം കാണാനും കേൾക്കാനും ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഞ്ചലോയുടെ ചുമയും പനികളെല്ലാം മാറ്റി നല്ല ആരോഗ്യം കൊടുത്ത് പരിശുദ്ധാത്മാവിന് ജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി വേല ചെയ്യാനും പരിശുദ്ധാത്മാവിന് ജ്ഞാനം കൂടുതലായി കിട്ടാനും നിൻ്റെ പിന്നാലെ നടന്ന് നിനക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാൻ നിന്നിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാൻ ഈ മകന് കഴിയുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തി അറിവ് പകർന്നു കൊടുക്കുകയും കഴിയും. ദീർഘായുസ് കൊടുക്കണം, നല്ല ആരോഗ്യം കൊടുക്കണം, നല്ല സൗന്ദര്യം കൊടുക്കണം. നിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഈ മകൻ പടർന്ന് പന്തലിക്കണം. ദുശീലങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണം. അതുപോലെ തന്നെ അവൻ്റെ അപ്പനും അമ്മയെയും അവരുടെ അപ്പനമ്മമാരെയും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. സിൻഡ്രാമയും ഡാലിയാമോളെ സമർപ്പിക്കുന്നു. അവൻ്റെ അങ്കിളിനെ സമർപ്പിക്കുന്നു. ഗോഡ്സിനെ സമർപ്പിക്കുന്നു. ഡയാനമോളെ, സബാസിൻ്റെ അപ്പനമ്മയും എന്നെയും മേരിമയും എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലുണ്ട്. തള്ളിക്കളയരുതേ അപ്പ. ഞങ്ങളുടെ ഈ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച് തരണം. അതിനുവേണ്ടി ആ മകനും നിൻ്റെ പിന്നാലെ നടക്കുകയും ഇന്നേവരെ മനസ്സ് മാറാതെ നിനക്ക് വേണ്ടി വേല ചെയ്യുമെന്നുള്ള ആ വാക്കുകളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. അത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതിൻ്റെ കരുണ കാണിക്കണം. ഞങ്ങളുടെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയും കണ്ണുനീരുകളും ആഗ്രഹങ്ങളെല്ലാം നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. പുണ്യവന്മാരും പുണ്യവതികളും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയും ഈ വലിയ കാര്യത്തിന് വേണ്ടി
പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ അഞ്ജലിയെ സമർപ്പിക്കുകയാണ്. കരുണ കാണിക്കണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉദിക്കാം. ലൈറ്റ് നോക്കി ഞാൻ ഫാൻ വിടണ്ടേ? ഇറക്കിറക്ക അങ്ങനെ എടുക്കലടാ. ഒരു ചിരി ഒരു നുള്ളെടുത്താ മതി. പരസ്പരം കൊടുക്കുമ്പോഴില്ല. അപ്പൊ അങ്ങനെ മഞ്ച് പറയണ്ട്. അയ്യോ നാലെണ്ണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിന്നണം. അയ്യോ ആണാ? നീ തിന്നോ? ഇന്ന് ഞങ്ങളുടെ പൊന്നു മോന് 9ാമത്തെ ജന്മദിനമായിരുന്നു കേട്ടോ. മെയ് 1-ാം തീയതിയിലാണ് അവൻ ജനിച്ചത്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ട് ഞങ്ങൾക്ക് ദൈവം തന്ന ഈ പൊന്നു മോന് 1000 ദൈവാനുഗ്രഹങ്ങൾ എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ.